അപ്പോൾ ഞാൻ എൻ്റെ അവസാന എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ എപ്പിസോഡ് ഉണ്ടാക്കാൻ തന്നെ കാരണം ഒരൊറ്റ ഡയലോഗാണ്. ഒരുപാട് ചീത്ത പറച്ചിൽ കിട്ടിയാലും കൂതറ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ പവറാണ് എന്നെ എനർജറ്റിക് ആക്കിയിരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം ചോദിച്ചാൽ ഇങ്ങനെയുള്ളത് പ്ലോഗ് ചെയ്താൽ വിട്ടാൽ മതിയെന്ന്. പക്ഷേ ഇനി അങ്ങനെയല്ല, നിങ്ങൾ എത്ര എഴുതും അതുപോലെ ഞാനുണ്ടാവും. ആ വേർഡ് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ പ്രേക്ഷകർ മുമ്പ് വായിക്കുകയാണ്. ഈ കൂതറപ്പടം എന്ത് കണ്ടിട്ടാണോ കിടന്ന് ന്യായീകരിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും എന്തിനാണ് എന്നെപ്പോലെ ഒരാൾ വന്ന് ന്യായീകരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ആ ന്യായീകരണം എന്ന് മനസ്സിലാവും. ആ ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ന്യായീകരിക്കുന്നത്. വെറുതെ ന്യായീകരിക്കുന്നതല്ല ഒന്നും. ഇതിൽ എവിടെ കിടക്കുന്ന ഒരു പുഷ്പപടം തെലുങ്കിൽ ചെയ്തു, ഇന്ത്യ മൊത്തം ഇത് ചെയ്തു, ലോക മാർക്കറ്റിൽ വിൽക്കുന്നു. ഞാൻ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ ഫാമിലിയായിട്ട് പോയി സിനിമ കണ്ടു. എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ പ്രിയ പ്രേക്ഷകരെ? എനിക്ക് ഒരു ഗുണമില്ലാത്ത കാര്യമാണ്. പക്ഷേ എനിക്ക് ഗുണമില്ല എന്നുള്ളതല്ല, കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്ക് ഗുണം കിട്ടിയെന്നല്ല, അതിനു വേണ്ടിയല്ല ഞാൻ ഈ വന്നതെന്ന് ഇപ്പോൾ ഇത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വരും. നിങ്ങൾ എവിടെയൊക്കെ ഇനി അടിച്ചു തകർക്കാൻ നോക്കും, അവിടെയൊക്കെ കാര്യം നോക്കിയിട്ട് ക്ലിയറായിട്ട് റോങ് ആണെന്ന് തോന്നി അവിടെയൊക്കെ വരും. ഞാൻ ഇതുമായിട്ട് വരും ഞാൻ എൻ്റെ അഭിപ്രായം പറയും, ഇതുപോലെ തുറന്നു പറയും. എൻ്റെ പ്രിയ പ്രേക്ഷകരിലൊരു 5% മനസ്സിലാവുമെന്ന് വരുന്നു. അപ്പോൾ എല്ലാവർക്കും അവസാന എപ്പിസോഡിലേക്ക് കയറി വരാൻ പറയുകയാണ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ 2025. ഇനി ഞാനിപ്പോൾ പറഞ്ഞു ഏകദേശം 2600 പേർക്ക് തൊഴിൽ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അതിലെങ്ങനെയൊക്കെ എത്തുന്നു. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. കാരണം ഇതിൽ എല്ലാ വിവരണവും പറയാൻ പറ്റില്ല. അത് കാരണം ഇനി ഒരു 10-50 എപ്പിസോഡ് എടുക്കേണ്ടി വരും. പകരം ഇനി അടുത്ത എപ്പിസോഡിലാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത് സുകുമാർ ആൻഡ് മൈത്രി മൂവീസാണ്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, നിങ്ങൾ വ്യവസായം ചെയ്യണമെങ്കിൽ ഫണ്ട് കണ്ടെത്തണം. ഈ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ ഫണ്ട് ട്രേസ് ചെയ്യാൻ വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഫണ്ട് ട്രേസ് ചെയ്യാൻ കരുതി, ഇൻവെസ്റ്റ് ചെയ്യാൻ കരുതി വലിയ ഫണ്ടുള്ളവർ വേണം. നമ്മൾ ഈ കാശുള്ളവരെ മൊത്തം അങ്ങ് മോശമായിട്ട് കാണരുത്. ഒരാൾ കാശ് ഉണ്ടായിരുന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അയാൾ നാട്ടിൽ ഗുണമുണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താലേ തൊഴിൽ വരുള്ളൂ. ഒരു കമ്പനി ആവട്ടെ, ഒരു വ്യക്തിയാവട്ടെ, അയാൾ കൊണ്ടുവന്ന് കുറേ പൈസ ഏതെങ്കിലും മേഖല ഇൻവെസ്റ്റ് ചെയ്തപ്പോഴല്ലേ ഈ വലിയ പ്രോജക്റ്റ് ഉണ്ടായത്. അല്ലാതെ ഈ വലിയ പ്രോജക്റ്റിനെക്കുറിച്ച് നല്ല ഐഡിയ സുകുമാരനുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാവും? ആ പ്രോജക്റ്റ് ഉണ്ടാകാതിരുന്നാൽ ഇപ്പോൾ തന്നെ 2600 പേർക്ക് തൊഴിൽ കിട്ടി. ബാക്കി ഞാൻ പറഞ്ഞേ ഉള്ളൂ. എങ്ങനെ തൊഴിലുണ്ടാവും? അപ്പോൾ കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ തൊഴിലുകൾ പുറത്ത് ചെയ്യാനുള്ള അവസരം കിട്ടണത്. അങ്ങനെ അവസരം കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ മണി വരണത്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഓഫീസിൽ ഇരുന്ന് മരിക്കും. പിടികിട്ടിയോ? നിങ്ങളുടെ കുട്ടികളൊന്നും സ്കില്ലോടെ വളരില്ല. അപ്പോൾ ഈ കാശുള്ളവരെ മൊത്തം അങ്ങ് ഈ എന്തെങ്കിലും രീതിയിൽ പറയുന്നത് കാശൊക്കെ ഒരു മോശമായ സമ്പ്രദായമാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാശുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കൂ. നിങ്ങളുടെ വീട്ടിൽ കാശില്ലാതെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഏതെങ്കിലും ദൈവം നിങ്ങളെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് കെട്ടിയിറക്കി തന്നിട്ടുണ്ടെങ്കിൽ പറയും. എന്തെങ്കിലും ഒരു സാധനം, ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ലോകത്ത് നമ്മളായിട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ഇവരൊക്കെ. എന്തെങ്കിലും ഇമാജിനേഷനോടെ നിങ്ങളുടെ കുട്ടി ഒന്നും വേണ്ട. നിങ്ങളുടെ കുട്ടിക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കാനില്ലാതെ ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനില്ലാതെ ആകുമ്പോൾ അതെങ്കിലും കെട്ടിയിറക്കി തന്ന ദൈവത്തെ പറയും. നിങ്ങളുടെ ഒരു ആരാധനയും ഞാൻ എതിർക്കുന്നതല്ല. അങ്ങനത്തെ വെറും ഇമാജിനേഷൻ മാത്രമാണ്. ഇത് പ്രാക്ടിക്കലും. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ കുട്ടികളെ തിരിക്കുക. ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഭാവന ഉണ്ടാക്കണം, നല്ലത് തന്നെ. പക്ഷെ ഭാവന നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുമെന്ന് പഠിപ്പിക്കാതിരുന്നാൽ മതി. ഭാവന ഒരിക്കലും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കില്ല. ഏത് ദൈവമാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ഗോഡ് കൃഷി ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഗോഡ് ഭക്ഷണം കഴിക്കാതെ ജീവിച്ചിട്ടുണ്ടോ? അവർ പോലും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാണ് ജീവിച്ചത്. അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ ഭക്ഷണം എടുത്ത് തിന്നിട്ട് തന്നെയാണ് അവർ ആരോഗ്യം നിലനിർത്തിയിരുന്നത്. അല്ലാതെ അവർ ഗോഡാണെങ്കിൽ മോളൊന്ന് കെട്ടിയിറക്കണ്ടേ? വേറൊരു തലപ്പത്തൊരാളില്ലേ, അവ ഇങ്ങ് ഇറക്കി കൊടുക്കണ്ടേ?
ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കൂ, യാഥാർത്ഥ്യത്തോട്. അതുകൊണ്ട് ഈ കാശുള്ളവരും കാശിറക്കണവരെയൊക്കെ മോശമായിട്ടല്ല കാണേണ്ടത്. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അവരെ, അത് പരമാവധി പിന്നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ നോക്കണം തൊഴിലായിട്ട്. അവരതിൻ്റെ പ്രോഫിറ്റും എടുക്കും, കാരണം അവരെത്രയോ പേരെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റും അവരെടുക്കും. അതും നമ്മൾ അംഗീകരിക്കുക. നമ്മൾ ചൂഷണം ചെയ്തെടുത്തുകൊണ്ട് പോണ കൊള്ളക്കാരന്മാരെയാണ് സൂക്ഷിക്കേണ്ടത്. അവരെ നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യണതാണ് കണ്ടിട്ടുള്ളത്. കൊള്ളക്കാരൻ, നമ്മൾ ചൂഷണം ചെയ്യുന്നവരെ സൂക്ഷിക്കണം. ഇതുപോലെ തൊഴിൽ കൊടുക്കണവനെ പ്രൊമോട്ട് ചെയ്യണം. തൊഴിൽ കൊടുക്കണവനെ കൂതറ എന്ന് വിളിക്കും, കൊള്ളക്കാരനെ പിടിച്ച് തലയിൽ ഉരുത്തും. അതാണ് അങ്ങനെയാണ് വിദ്യാഭ്യാസം പഠിപ്പിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിവ് ഉണ്ടാവാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പുഷ്പയുടെ അവസാന ബ്ലോഗിലോട്ട് വരികയാണ് ഇനി. അപ്പോൾ അതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം സുകുമാർ മൈത്രി മൂവീസാണ്. ഈ മൈത്രി മൂവീസ് എന്ന് പറയുന്നത് എത്രയോ പേര് ചേർന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു 5-6 പേര് ചേർന്നിട്ട് മൈത്രി മൂവീസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണമായിരിക്കണം. എങ്ങനെയായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുള്ളവൻ വരണം, പൈസ ഉള്ളവൻ വന്നാലേ ഇതുപോലെ തൊഴിലാവുള്ളൂ. തൊഴിൽ വന്നാലേ താഴേക്കിടയിലുള്ള നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റൂ. അതിനെ നിങ്ങൾ നഖശികാന്ത് എതിർക്കരുത്, പ്രൊമോട്ട് ചെയ്യണം. പൈസ കൊണ്ടിടുന്നവനൊക്കെ ഇവിടെ വിളിക്കണം, എന്നിട്ട് നമ്മൾ ചൂഷണം ചെയ്യണവനെ ഓട്ടിക്കണം. പൈസ വെറുതെ ഇറക്കി പറ്റിക്കണവനെ ഓട്ടിക്കണം. അവൻ ആരായാലും നിങ്ങൾ ഓട്ടിക്ക്. പകരം പൈസ ഇറക്കി ഇതുപോലെ തൊഴിൽ കൊടുക്കണ ആരായാലും, സുകുമാരനായാലും മൈത്രി മൂവീസ് ആയാലും ഇവിടെയുള്ള എന്തിനായാലും എന്തായാലും ചെറിയ കാര്യം, നമ്മൾ പഞ്ചായത്തിൽ ആയാലും നിങ്ങളുടെ വാർഡിലുള്ള ചെറിയ കാര്യമായാലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും. ഇനി പ്രൊമോട്ട് ചെയ്യില്ലെങ്കിൽ എതിർക്കാതിരിക്കും. നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണ്ടെന്നേ. ഇങ്ങനെ എതിർത്ത കൊള്ളക്കാരെ നമ്മൾ ചൂഷണം ചെയ്ത് പണമെല്ലാം അടിച്ചുകൊണ്ട് പോകണേൽ സന്തോഷം. എന്നിട്ട് നമ്മളെ നാട്ടിൽ നമ്മളെ പിള്ളേർ വല്ലതും ചെയ്താൽ കൂതറ. അപ്പോൾ കൂതറ അടുത്ത പരിപാടിയിലോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഞാൻ അടുത്ത് പോണതുണ്ടല്ലോ ആക്ടേഴ്സിൻ്റെ ഇതിലാണ്. നിങ്ങൾ നോക്കൂ, ഈ പടത്തിൽ എത്രമാത്രം ആക്ടേഴ്സ് ഉണ്ട്. അതും ഈ സിനിമയിൽ എൻ്റെ ഒരു കണക്കൂട്ടലിൽ നിങ്ങൾ നോക്കി നോക്കൂ. പ്രധാന നടൻ അല്ലു അർജുൻ, ലക്ഷ്മിക മന്ദാന, ഫഫ, പിന്നെ നമ്മുടെ ഡാഡി ഗിരിജയെ പോലുള്ള കുറേ ബാക്കിയുള്ളവരുടെ പേര് ഞാൻ എഴുതിയെടുത്തില്ല കേട്ടോ, കാരണം നടന്മാരെന്ന് പറഞ്ഞാൽ അങ്ങ് തീരാത്തത്രയുണ്ട് പ്രധാനപ്പെട്ട വില്ലന്മാർ. അല്ലു അർജുന് പ്രോഫിറ്റ് ഓഫ് ഷെയർ ആണെങ്കിൽ പടത്തിൽ നിന്ന് 300 കോടി മുതൽ 400 കോടി വരെ പോകും. ലക്ഷ്മി മന്ദാന എത്രയാണ് വാങ്ങിയെന്നറിയില്ല, അതൊരു 10 കോടി രൂപ മുതൽ 50 കോടിയൊക്കെ ആ കുട്ടി പറഞ്ഞു എന്ന് പറയണേക്കാം, 50 കോടി വരെ വരാം. ചിലപ്പോൾ പ്രോഫിറ്റ് ഓഫ് ഷെയർ ഉണ്ടാവും. ഫഫ 15 കോടിയാണ് വാങ്ങിയെന്ന് പറയുന്നു. പിന്നെ വില്ലന്മാർ, പ്രധാന വില്ലന്മാരാണ്, അവരെല്ലാവരുടെ ചാർജും 1 കോടിക്ക് മുകളിലായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നക്കാപ്പിച്ച പൈസയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഡാഡി ഗിരിജ പോലുള്ളൊക്കെ വില്ലന്മാർ, പിന്നെ ആ കോമഡി നടൻ വില്ലനായിട്ട് അഭിനയിക്കണ ആ ഫസ്റ്റ് പാർട്ടിൽ ആ മെയിൻ വില്ലൻ, അയാളൊക്കെ കോടികളാണ് വാങ്ങുന്നത്. നിങ്ങളാരും ആ പുള്ളി അവർ അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ ആർട്ടിസ്റ്റ് ഇതെല്ലാം കോടികളാണ്. അപ്പോൾ നിങ്ങളാക്കി ആർട്ടിസ്റ്റിനിടയിൽ തന്നെ കോടികൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്ന അതിനകത്തൊരു 50 ആർട്ടിസ്റ്റ് മിനിമം ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ വയ്ക്കുന്ന സബ് ക്യാരക്ടർ റോളെന്ന് പറയും. സബ് ക്യാരക്ടർ റോൾ ചെയ്യണവരെയൊക്കെ പ്രധാന പേയ്മെൻറ്റ് 30 മുതൽ 1 കോടി വരെ വരും. അക്കാപ്പിച്ച പൈസയൊന്നുമല്ല ബായ്, ചെറിയ കാശൊന്നുമല്ല അത്. നിങ്ങൾക്ക് ഡ്രീം ചെയ്യാൻ പറ്റൂല. ഇവരൊക്കെ സ്കില്ലോടെ കയറി വന്നതുകൊണ്ടാണ്. അങ്ങനെ അതിനകത്ത് എങ്ങനെ പെയ്യാലും ഒരു 100 ആർട്ടിസ്റ്റ് വരും. നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റ് എല്ലാം കൂടെ എങ്ങനെ പോയാലും നമുക്കൊരു 40-50 പേരെ എടുക്കേണ്ടി വരും, കോടികൾ വാങ്ങിയവർ. പിന്നെ ഒരു 100 ആർട്ടിസ്റ്റുകൾ ഒരു 20-30 ലക്ഷം മുതൽ 1 CR വരെ വാങ്ങിയവരുണ്ടാവും. അപ്പോൾ തന്നെ എത്ര കോടീശ്വരന്മാരുണ്ടായി, എത്ര ലക്ഷപ്രഭുക്കളുണ്ടായെന്നാണ് ഞാൻ പറയണത്. ഇതൊന്നും നമ്മളിവിടെ ഇരുന്ന് നിങ്ങൾ സ്ഥിരതയോടെ ഇരിക്കേണ്ടിടത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടർ ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. അവരുടെ പേയ്മെൻറ്റ് ഒരു ദിവസം 5000 രൂപ മുതൽ 2 ലക്ഷമൊക്കെ വരെ. അതും പ്രത്യേക കാറ്റഗറി, അതൊക്കെ ഡേ പേയ്മെൻറ്റുകൾ വരും. അപ്പോൾ അങ്ങനെ അവർക്കൊരു ആവറേജ് നോക്കിയാൽ അങ്ങനെ ഒരു ആവറേജ് എടുത്താൽ 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വാങ്ങുന്ന അതിനകത്ത് 200-300 ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ പൈസ ഒട്ടും കിട്ടാത്തവരാണ് നിങ്ങൾ ഈ കാണുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഞാൻ പറഞ്ഞില്ലേ, അത് കഷ്ടമാണ്. കാരണം അവർക്ക് ഡെയിലി ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു 1000-1200 രൂപയെ വരുള്ളൂ. പാവം, അവർക്ക് നേരെ താമസിക്കുക സൗകര്യമില്ല, നേരെ ഭക്ഷണം ഉണ്ടാവില്ല. ഇതൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് കൊടുക്കണം 1000-1200 രൂപ ബാറ്റിൽ 250. മെയിൻ നടന്മാർക്കൊന്നും കമ്മീഷൻ കൊടുക്കണ്ട. ഈ പാവം ജൂനിയറായിട്ട് ജൂനിയറായിട്ടല്ല പ്ലേ ബാക്കിൽ വന്നവർ ഏറ്റവും ലോക്കൽ ആർട്ടിസ്റ്റുകളാണ് കമ്മീഷൻ ഏജൻസിക്ക് അടിക്കണം. ഏജൻസിയാണ് ലോറിക്കണക്കിന് ആൾക്കാരെ കൊടുക്കുന്നത്.
അവർക്കൊരു 1000 1200 രൂപ ബഡ്ജറ്റ് ചെയ്താൽ ഏജൻസി 250 രൂപ മുതൽ 400 രൂപ വരെ എടുക്കണവരുണ്ട്. പിന്നെ ഏജൻസി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ബ്രോക്കർ ഉണ്ടാവും. അവ ഒരാളുടെ 200 രൂപ വെച്ചെടുക്കും. പിന്നെ അവരെ കയ്യിൽ കിട്ടുന്ന പാവം 600 700 രൂപ. അവർക്ക് 100 ദിവസം ഷൂട്ട് കിട്ടിയാൽ പോലും 60,000 രൂപ കിട്ടുള്ളൂ. 60,000 രൂപയിൽ അവരെങ്ങനെ വീട്ടിൽ ചിലവ്, 100 ദിവസം ഷൂട്ടിൽ അവർ വീട്ടിൽ ചിലവ് പോലും പോകില്ല. ഇതാണ് എൻ്റെ സംഘം. ഇതാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റിനകത്ത് ഞാൻ അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ലൈറ്റ് ബോയിൽ തീരെ താഴെ ജോലി ചെയ്യണവർ, മറ്റേ മെയിൻ ലൈറ്റ് ബോയ് അല്ല, അതിൻ്റെ താഴെയൊക്കെ പറഞ്ഞവരൊക്കെ പാചകം ചെയ്യണവർ, ഇവർക്കൊക്കെ ഒരു 10% തുക പ്രോഫിറ്റിൻ്റെ. പടം 500-400 കോടി ഇറക്കി 400 കോടി രൂപ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞാൽ ഇവർക്കൊക്കെ അല്ലു അർജുനും എല്ലാ നടന്മാരെയും ഷെയർ കൊടുത്തതിന് ശേഷം ഒരു കുറച്ചുണ്ടാവില്ല. അതിൽ നിന്നൊരു 10% കൊടുക്കുക. അല്ലു അർജുനും കൊടുക്കാം കേട്ടോ. അല്ല 300-400 കോടി രൂപയൊക്കെ വായി നിങ്ങൾ 10 പടത്തിനാകുമ്പോൾ 400 ഇൻറ്റു 10 പടം 4000 കോടിയായി. ഇങ്ങനെ വയ്യ 4000 കോടി രൂപയ്ക്ക് നിങ്ങൾ 30% ടാക്സ് അടയ്ക്കേണ്ടി വരും. 1200 കോടി രൂപ ഗവൺമെൻറ്റിന് പോകും. പിന്നെ ഈ 2800 കോടി രൂപ കെട്ടിവെച്ചിട്ട് എവിടെ കൊണ്ടുപോകാൻ അല്ലു? ഞാൻ ഈ മുന്നിയ നടന്മാരത്തേക്ക് നിങ്ങളിതൊക്കെ എവിടെ കൊണ്ടുപോകാനാണ്? നിങ്ങൾ ഈ ഷെയർ മാർക്കറ്റിലോ അവിടെ ഇവിടെയൊക്കെ സ്വത്ത് സമ്പാദിച്ചിട്ട് നിങ്ങൾക്ക് 1-2 പിള്ളേർ കാണും. നിങ്ങളൊരു 1000 കോടി രൂപ സ്വത്തിലിരുന്നോ? അതിനപ്പുറമൊക്കെ എന്ത് ചെയ്യാനാണ്? ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവേണ്ടതാണ്. അത് നിങ്ങൾ അതുകൊണ്ടാണ് അതിൽ നിന്നൊരു ഷെയർ അല്ലു നിങ്ങൾ കൊടുക്ക്. നിങ്ങൾ സാധാരണക്കാർ, നിങ്ങൾ റോഡിൽ ഇറങ്ങി ആർക്കും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളെ കൂടെ പണിയെടുക്കണവർക്ക് കൊടുക്കുക. ഇതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇത് ഞാൻ എന്നും ഇനിയും പറയും. അപ്പോൾ ഇത് കാരണം ഇതെല്ലാം പറയാൻ ഒരു അവസരം ഒരുക്കി തന്ന ഡയലോഗ് എഴുതിയ പയ്യനെ അല്ലെങ്കിൽ ആരോ, ഞാൻ അവരെ പേരോ ഒന്നും നോക്കിയിട്ടില്ല. ആ ഡയലോഗ് നോക്കി എനിക്ക് ജെന്യൂനാണെന്ന് തോന്നി. ഞാൻ പിന്നെ ഇതിൽ കയറി നോക്കി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതങ്ങ് വിട്ടു. കാരണം പലരും പലതും പറയും. പക്ഷേ ആ കൂതറ എന്ന് പറയുന്ന ഒരു വാക്ക് ആണ് എന്നെ ഇതുവരെ പറയിക്കാൻ പറ്റിയത്. അതെനിക്ക് പറയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും സന്തോഷമുണ്ട്. ഞാൻ അതുകൊണ്ടുണ്ട് അല്ലുവിൻ്റെ അടുത്ത് മാത്രമല്ല, മലയാളത്തിലെ പഴയ നമ്മളെ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ 10,000-1000 കോടി രൂപ വരെയാണ് ആസ്തി. ഇവരൊക്കെ 1 ലക്ഷമോ 1 കോടി രൂപയൊക്കെ എവിടെയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, പലർക്ക് സിനിമാ കമ്പനികളുണ്ട് സ്വന്തമായിട്ട്. അതിൽ ഓരോ പടത്തിലും 10 പടം എടുക്കുമ്പോൾ 7 ക്ലിക്കാണ്. അവരെ 10 പടത്തിലും കളക്ഷൻ വരും. തിയേറ്റർ കളക്ഷൻ മാത്രമല്ല, സാറ്റലൈറ്റൊക്കെ പോവും, മറ്റെല്ലാം പോവും, നമ്മളെ ഡാറ്റ പോവും. നമ്മുടെ നിങ്ങൾ പാട്ടുകളൊക്കെ ഇടില്ലേ, ഇതെല്ലാം പൈസയായിട്ട് മാറുകയാണ്, ഡാറ്റയായിട്ട്. ഇതെല്ലാം അവർക്കൊരിക്കലും ലോസ് വരില്ല. അതുകൊണ്ട് ചെറിയ ലോസ് എന്തെങ്കിലും വന്നാൽ മറ്റേ പടം 100 കണക്കിന് കോടിയല്ലേ കളക്ട് ചെയ്യണേ. ഈ പൈസയൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയിക്കണം ഭായി? നിങ്ങളെ മക്കൾ 1-2 പേരുണ്ട്, അവർ സിനിമയിൽ അഭിനയിക്കുന്നത്, അവരും കോടികൾ വാങ്ങിക്കുന്നത്. പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കെട്ടിത്തൂക്കിയിടുന്നത്? അതിൽ നിന്നൊരു 20% എടുത്ത് നാട്ടിൽ കൊടുക്കുന്നേ. നാട്ടിൽ ഞാൻ ഇവിടെ വെറുതെ കൊടുക്കാൻ പറയണില്ല. നിങ്ങളുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്ത് എത്രയോ പേര് ദയനീയമായിട്ടാണ് മരിക്കുന്നത്. എന്നാളൊരു മലയാളത്തിലെ ഒരു നടി അവിടെ ഇവിടെ കിടന്ന് മരിച്ചെന്ന് പറയാനായിട്ട്, നമ്മുടെ സർക്കാരിൻ്റെ ശരണാലയത്തിൽ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളിതുപോലൊരു തുക കണ്ടെത്തി ഇവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അല്ല നിങ്ങൾ മറ്റേ സംഘടനയിലെ അംഗത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ 5000 രൂപ കൊടുക്കുന്ന കഥയല്ല. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങളിൽ പണം ഉണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യണതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പണമെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിൽ കൊണ്ട് നമ്മൾ എത്ര സ്കില്ലുണ്ടെങ്കിൽ ഇട്ട് തരുന്നത് ജനമാണ്. അപ്പോൾ നിങ്ങൾ ജനത്തിന് കൊടുത്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങളെ കൂടെ വർക്ക് ചെയ്ത് ദരിദ്രരായി പോയവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അധ്വാനിച്ച് വെച്ചിരിക്കണമെന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഫണ്ട് നിങ്ങൾ സിനിമ കണ്ടെത്തുമ്പോൾ, ഇപ്പോൾ എല്ലാവർക്കും സിനിമാ കമ്പനി ഉണ്ട്. ഓരോ പടവും 20 കോടി ഇറക്കിയിട്ട് 100 കോടിയാണ് മാറുന്നത്. 20 കോടി ഇറക്കിയിട്ട് 100 കോടി രൂപ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ 40 കോടി രൂപ എക്സ്ട്രാ കിട്ടും. 40 കോടി രൂപ 10% എടുക്കും നിങ്ങൾ. 4 കോടി രൂപയായി. 4 കോടി രൂപ ആ പടത്തിൽ അഭിനയിച്ച ജൂനിയർ ഇതുപോലെ ദയനീയമായിട്ട് അഭിനയിച്ചവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടുകാരെല്ലാവരും രക്ഷപ്പെടൂലേ? അവർ അടുത്ത സിനിമയ്ക്ക് സന്തോഷത്തോടെ ഓടി വരൂലേ? ഇത് ചെറിയ കോടിക്കണക്കിന് രൂപ വാങ്ങിക്കണവനെ, 800 രൂപ ശമ്പളം വാങ്ങിക്കണവൻ അല്ലു അർജുൻ്റെ ആയാലും ചീത്ത വിളിക്കും, ഇഷ്ടം തോന്നുന്നു. എന്നിട്ട് ഇവർക്ക് എവിടെയെങ്കിലും വഴിയിൽ വെച്ച് കാണുമ്പോൾ ഒരു 50,000 രൂപ എടുത്ത് കൊടുക്കുന്നത് പിച്ചത്തരം എന്ന് പറയും. അതിനെ നമ്മൾ പിച്ച കൊടുക്കണമെന്ന് പറയും. 500 കോടി രൂപ ആസ്തിയുള്ള 50,000 രൂപ ആർക്കെങ്കിലും ഒരു സംഭാവന കൊടുത്താൽ അതിനെ പിച്ചയെന്നല്ലേ പറയണത്? 100,000 രൂപ വരുമാനമുള്ള 10 രൂപ കൊടുക്കുമ്പോൾ ഭിക്ഷയാണത്. നിങ്ങൾ ഭിക്ഷ കൊടുക്കണ്ട ആർക്കും. ആ ഭിക്ഷ കൊടുത്തിട്ട് ഓൺലൈനിൽ വന്നിരുന്ന് തള്ളണ പരിപാടി വേണ്ട. നിങ്ങൾ അതിനൊക്കെ ബ്ലോഗേഴ്സിനെ വെച്ചിട്ടുണ്ട്, അതിനൊക്കെ മാർക്കറ്റിംഗ് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയ മാർക്കറ്റിംഗ് ടീമിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല മാർക്കറ്റ് ചെയ്യേണ്ടത്. മാർക്കറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളിങ്ങനെ കൊടുത്തിട്ട് മാർക്കറ്റ് ചെയ്യും. വാ. അപ്പോൾ അവസാന എപ്പിസോഡിൽ ഇതിൻ്റെ റിക്വസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കൂ. ഒപ്പം ഞാൻ അടുത്ത് പറയുകയാണ്, ഈ പടത്തിൻ്റെ
നിർമ്മാണം ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫണ്ട് കണ്ടെത്തണം എല്ലാവരെയും, ഫണ്ട് കൊണ്ട് ഇറക്കുന്നവരെ ആരെയും വില്ലന്മാരായിട്ട് ആരും ചിത്രീകരിക്കരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന് അത്ര. അവരെയും പ്രൊമോട്ട് ചെയ്യുക. കാരണം അവർ ചെയ്യണത് 10,000-കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്ത് പലരെയും കോടീശ്വരന്മാരാക്കുന്നു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അത് ഞാൻ പ്രേക്ഷകരെടുത്ത് മനസ്സിലാവാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനും ഏതിനും ചുമ്മാ നടന്ന് എതിർക്കണ വല്ലതൊക്കെ വിളിച്ചു പറയും. വല്ല തുണി ഇട്ടിരിക്കുന്ന ആരെയും തുണിയുടെ കളർ പറയണം, ഇങ്ങനെ നിങ്ങളില്ലാത്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് പ്രൊമോട്ട് ചെയ്യണോ ഡീഗ്രേഡ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കും. എന്നിട്ട് ഇതിൻ്റെ ആക്ഷൻ, ഇനി ആക്ഷനിലോട്ട് വരാം. ഈ ആക്ഷനും കൂടെ പറഞ്ഞിട്ട് ബാക്കിയൊന്നും ഞാൻ പറയണില്ല. ഇനി ഒരുപാട് എപ്പിസോഡില്ല, ഇത് തന്നെ കൂടുതലാണ്. ആക്ഷൻ ചെയ്തിരിക്കുന്നത് മൈബം നബകാന്ത മണിപ്പൂർ ആയോധന കലകൾ ഉൾപ്പെടെ ടോളിവുഡ് വരെ ആക്ഷൻ ചെയ്യുന്ന ആളാണ്. ഇനി നിങ്ങൾ രസകരമായിട്ട് ഇതിനകത്ത് സംഭവം എന്തെന്നറിയാമോ? നിങ്ങൾ ഈ ആക്ഷൻ എന്ന് ടി വിയിൽ ഇതിൽ നിന്ന് നല്ലപോലെ അടിയാണ്. ഈ ആടിക്ക് ചെയ്യണ്ടേ? നിങ്ങൾ ആ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഡാൻസ് കോറിയോഗ്രാഫി എങ്ങനെ ചെയ്യണോ അതേ സ്റ്റേജാണ് ഈ ആക്ഷൻ ഡയറക്ടറെ അവസ്ഥ. അതായത് ഒരു പടത്തിന് ആക്ഷൻ സീക്വൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾ നോക്കി നോക്കൂ. ഒരു മെയിൻ ഡയറക്ടർ ഉണ്ടാവും. ഈ മെയിൻ ഡയറക്ടറുടെ കീഴിൽ 3-4 ആക്ഷൻ അസിസ്റ്റ് ഡയറക്ടർ ഉണ്ടാവും. എന്നിട്ട് 100 കണക്കിന് സപ്പോർട്ട് ആക്ടേഴ്സ് ഉണ്ടാവും. സപ്പോർട്ട് ആക്ഷൻ ആക്ടേഴ്സ് അവരാണ് നായകൻ്റെ നല്ല ഇടി വാങ്ങണതും. നിങ്ങൾ ബാഹുബലിയിൽ കുയേന്ന് വിളിക്കുമ്പോൾ 10,000 ഉണ്ടല്ലേ യുദ്ധം ചെയ്യണതും. ഇവരെയൊന്നും നമുക്ക് ആരും കണ്ടിട്ട് പോലുമില്ല, കാണാൻ പോലും പോകണില്ല, നമുക്ക് ആരെന്ന് അറിഞ്ഞും കൂടാ. ഇങ്ങനെ 100 കണക്കിന് 1000-കണക്കിന് പേര് പണിയെടുക്കുന്ന പരിപാടി ആക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശരീരം വേദനിക്കുന്ന പണിയാണ്. നേരത്തെ ഡാൻസിന് പറഞ്ഞ പോലെയാണ്. അതിന് അടിക്ക് ഋതമുണ്ടാവണം. നമ്മളൊന്ന് പഞ്ച് ചെയ്യുമ്പോൾ അവന് ബ്ലോക്ക് ചെയ്യാൻ പറ്റണം. ഗെറ്റ് ദ പഞ്ച്, മൂവ് ദ ബ്ലോക്ക്. അപ്പോൾ രണ്ടിൻ്റെ ടൈമിംഗ് ഒന്നാവണം. ഇല്ലെങ്കിൽ എൻ്റെ പഞ്ച് വേടാൻ മറ്റേ നായകൻ്റെ മൂക്കിടിച്ച് തകർക്കും. സിനിമയിൽ അവനൊരു പിണ്ണാക്കം പറ്റൂല. ആക്ഷൻ ചെയ്യുമ്പോൾ തെറ്റായിട്ട് ടൈമിംഗ് തെറ്റി ചെയ്യുക. ഏത് നായകൻ്റെ ആയാലും മൂക്ക് പൊട്ടും, ചെവിയും പൊട്ടും, ചുണ്ടും പൊട്ടും. വെട്ടണത് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കത്തിയാണ്ട് കുഴപ്പമില്ല, ഒറിജിനൽ കത്തിയാണെങ്കിൽ അവൻ്റെ തലയും വെട്ടിപ്പോവും. മനസ്സിലായോ? ടൈമിംഗ് വേണം. അപ്പോൾ ടൈമിംഗ് വേണമെങ്കിൽ നൃത്തം ചെയ്യും പോലെയാണ്, അത് പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിതാ നിങ്ങളൊന്ന് പഞ്ച് ചെയ്യുമ്പോൾ അത് മിഡിലാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ആക്ഷൻ കോറിയോഗ്രാഫർ. നമ്മളിങ്ങനെ പഞ്ച് ചെയ്താൽ അവൻ എങ്ങോട്ട് കൈവെട്ടണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടിടിച്ചാൽ കുറുക്കിൽ വന്ന് കയറും, അപ്പോൾ ഔട്ടറിലോട്ട്. അപ്പോൾ പഞ്ചിങ്. അപ്പോൾ അതിന് നമ്മൾ കഠിനമായി ആയോധന കലകൾ പരിശീലിക്കേണ്ടതുണ്ട്. അതാണ് ചിലർ അടി സീന് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായിരിക്കും. അപ്പോൾ ആക്ഷന് വേണ്ടി അത്രയും പണിയെടുക്കുന്നുണ്ട്. ഒരു ഹിന്ദിയിലേക്ക് ഒരു നമ്മുടെ ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞൊക്കെ നടക്കണം. കോടികളാണ് വരുമാനം, ശമ്പളം. നമ്മളെ പല നടന്മാരും നമ്മളെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ARM എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, നമ്മളെ ടൊവിനോ. എന്താ പെർഫോമൻസ്! പിടികിട്ടി. പണിയെടുത്ത് പെർഫോമൻസ് ചെയ്യണം, അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ആക്ഷൻ അല്ല. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാല് വെച്ചെടുക്കുന്ന പരിപാടിയിൽ നല്ല പെർഫോമൻസ്. അതാണ് പോലെ റിസ്ക് എടുക്കണം. അപ്പോൾ നമുക്കതിന് റിസ്ക് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ആയോധന കല പഠിച്ചാണ് അതിൽ അഭിനയിക്കുന്ന എല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് നമ്മളെ നടനെയൊക്കെ പഠിപ്പിക്കുകയാണ്. പണിയെടുക്കുന്ന നടനെ പഠിപ്പിക്കുക എളുപ്പമാണ്. ഇപ്പോൾ അല്ലു അർജുൻ, മറ്റേ KGF അഭിനയിച്ച നമ്മുടെ തമിഴിലെ ചില നടന്മാർ, ഈ മലയാളത്തിലെ മോഹൻലാൽ, ഈ നമ്മുടെ പൃഥ്വിരാജ്, നമ്മുടെ ടൊവിനോ, ഇനി വിട്ടുപോയവരെങ്കില്ല നല്ല രീതിയിൽ അടി ചെയ്യണ മലയാളത്തിലെ നടന്മാരെ വിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയും മമ്മൂട്ടി അല്ലേ, മമ്മൂട്ടി റിസ്ക് എടുക്കും, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഓവറായിട്ടൊന്നും പുള്ളിക്ക് ചെയ്യാനൊന്നും പുള്ളി അങ്ങനെ റിസ്ക് എടുത്ത് ആയോധന കല പഠിച്ച് പുള്ളി ചെയ്യില്ല. അയാൾ ക്യാമറ ടെക്നിക്ക് അറിയാം പുള്ളിക്ക്. ആ ക്യാമറ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഗ്രാഫിക്സ് ചെയ്ത് കൊണ്ടുപോകണതാണ്. ഗ്രാഫിക്സ് ഡിസൈനൊന്നും ഞാൻ ഇന്ന് കയറ്റുന്നില്ല കേട്ടോ, അതൊക്കെ ഒരുപാട് ഇതെടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു പരിപാടിയാണ് ആക്ഷൻ കോറിയോഗ്രാഫി. ഇങ്ങനെ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് സിനിമയിൽ അതിന് വേണ്ട ആക്ഷൻ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആക്ഷൻ ഡയറക്ടർ ശമ്പളം, മെയിൻ ആക്ഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളില്ല. കാരണം അതിന് കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൂക്കി എറിയുക, 100 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിയിറക്കുക. ഇതിനൊക്കെ ടൈമിംഗ് ഉണ്ടാക്കി ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സുകൾ വേണം. ഇതിനെല്ലാം എക്യുപ്മെൻറ്റ്സ് വേണം. ഈ എക്യുപ്മെൻറ്റ്സ് കൊണ്ടാണ് നമ്മളെ കെട്ടിത്തൂക്കി നിർത്തിയിട്ട് അടിക്കുന്നത്.
പറഞ്ഞടിക്കുന്നതല്ല. അപ്പോൾ ഇതിനെല്ലാം എക്യുപ്മെൻറ്റ്സ് അടക്കം കോടികളുടെ വ്യാപാരമാണ് നടക്കുന്നത്, കോടികളുടെ വ്യവസായം. കോടികളെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതിനും വലിയ എമൗണ്ടാണ് ഇതിനകത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ഷൻ കോറിയോഗ്രാഫർക്ക് തന്നെ മിനിമം ശമ്പളം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒരു 2 കോടി രൂപയെങ്കിലും കാണും. അയാളുടെ സാലറി മാത്രം 2 കോടി കാണും. പിന്നെ അത് പോയിട്ട് അയാൾ അസിസ്റ്റ്, അവരാണ് ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചാടുമ്പോഴത്തേക്ക് ജമ്പ് ചെയ്തിരിക്കാനും മങ്കി ജംപ്സൊക്കെ എന്നൊക്കെ പറയും, മങ്കി ജംപ്സൊക്കെ ഇരിക്കാനൊക്കെ പഠിപ്പിക്കുന്നത്. കാരണം മങ്കി ജംപ്സൊക്കെയാണ്, മങ്കി കണ്ടിട്ടില്ല, ചാടി അപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിക്കൂല്ലാതെ പോകും. അതുപോലെ നമ്മൾ നടന്മാരും എല്ലാവരും എയറിൽ കെട്ടിത്തൂക്കിയാലും പോയി ചാടണ്ടേ, കെട്ടുന്നെങ്കിൽ തൂക്കി ഗ്രാഫിക്സ് ചെയ്യുന്നതിനൊക്കെ പരിധിയില്ല. അത് കാണുമ്പോൾ തന്നെ ബോറടിക്ക് നിങ്ങൾ ചീത്ത വിളിക്കൂലേ. അങ്ങനെയൊക്കെ കെട്ടിത്തൂക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിയില്ല, കെട്ടിത്തൂക്കി എടുക്കും, പക്ഷെ അത് ആക്ഷൻ ഓഫ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അസിസ്റ്റൻസിൻ്റെ ശമ്പളം തന്നെ ഏകദേശം ഒരു 30 to 40 ലക്ഷം രൂപ വരും. പിന്നെ ഇതിൽ ആക്ഷൻ കോറിയോഗ്രാഫി, ആക്ഷനിൽ അഭിനയിക്കുന്ന 100, 150 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. അവർക്കൊന്നും ചെറിയ ശമ്പളം അല്ല, അവർ ഭയങ്കര റിസ്ക് അല്ലേ എടുക്കുന്നത്. ഈ വല്ലയുടെ വീണ് കഴിഞ്ഞാൽ അവൻ്റെ ആഫീസ് പൂട്ടി. അവർക്കൊക്കെ എന്ന് പറയുന്നത് ശരാശരി ഡെയിലി പേയ്മെൻറ്റ് പോലും 10,000 രൂപ 50,000 രൂപ വരെയൊക്കെ പോകും, റിസ്ക് അനുസരിച്ച്. ആക്ഷനൊക്കെ നമ്മൾ ഡാൻസ് സീൻ എടുക്കും പോലെയാണ്, ഒരു ദിവസം കൊണ്ടൊന്നും ഒരു അടി സീൻ എടുക്കൂല. തട്ടിമുട്ട അടി സീനല്ലല്ലോ ഈ പടങ്ങളിലൊന്നും കാണിക്കുന്നത്, ഹെവി അടി സീനുകളാണ്. അപ്പോൾ അവരുടെ ഇവിടെ രണ്ട് ഈ പറഞ്ഞ ഡയറക്ടർ കോടീശ്വരനാവുന്നു, അയാളുടെ അസിസ്റ്റ് ലക്ഷപ്രഭു ആവുന്നു, അതിൻ്റെ താഴെയുള്ളവരും അത്യാവശ്യം ഒരു 100-150 പേര് അത്യാവശ്യ ലക്ഷങ്ങളുമായിട്ട് വീട്ടിലോട്ട് മടങ്ങുന്നു. പിന്നെ ഇത് കെട്ടിത്തൂക്കിയെടുക്കാൻ എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യണവർ, അതിൻ്റെ മെയിൻ്റെനൻസ്, അതൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ ഒരു 10-50 പേരുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് മാത്രം 10-200 പേർക്ക് തൊഴിലായി. അപ്പോൾ തന്നെ 2750 ഇനി ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാം. ഇനി ഇതിൻ്റെ ഗ്രാഫിക്സ് ബ്രില്യൻ്റ് IT പിള്ളേരെന്നാണ് ചെയ്യണത്. അതൊക്കെ ലക്ഷങ്ങളാണ് ശമ്പളം ഓരോ പ്രോജക്റ്റിനും. അത് തന്നെ ഒരു 10-50 പിള്ളേർ വേണം ഗ്രാഫിക്സ് ചെയ്യാൻ, ഇതിനെ കളർ ചെയ്യാനും ഗ്രാഫിക്സ് ചെയ്യാനും. അല്ല 1-2 പേരിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പണിയുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കണ പോലല്ലോ, ഒരുപാട് പണിയുണ്ട്. അന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ അതിൻ്റെ ലക്ഷങ്ങളുടെ ശമ്പളം, നമുക്കൊരു 50 പേരെ ഇടാം. അങ്ങനെ നമ്മൾ പ്രത്യക്ഷമായിട്ട് മാത്രം 3000-3500 പേർക്ക് തൊഴിലായി. പിന്നെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന പാചകക്കാർ, അതിൻ്റെ മറ്റെല്ലാം കൂടെ മിനിമം ഇതുപോലെയുള്ള വലിയൊരു പ്രോജക്റ്റ് നടക്കുമ്പോഴത്തേക്ക് ഒരു 5000 പേർക്ക് തൊഴിൽ കിട്ടും. അതിൽ കുറഞ്ഞത് കോടീശ്വരന്മാർ 10% വരും, ലക്ഷപ്രഭുക്കൾ ഒരു 30% വരും, ബാക്കി ഒരു 20% ആവറേജ് പൈസ ഉണ്ടാക്കുന്നവരാകും. ബാക്കി 30% ഇത്തിരി സാമ്പത്തികമായിട്ട് പിന്നിലായിരിക്കും. ആ 30%-ന് വേണ്ടി ഒരു റിക്വസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് 150-200 രൂപ കൊടുത്ത് കണ്ടിട്ട് നമുക്ക് സൗകര്യമുള്ള പോലെ അലക്കി തള്ളണത്. മനസ്സിലാവണുണ്ടോ കൂതറ? മനസ്സിലാവണുണ്ടോ? അലക്കി തള്ളുമ്പോൾ നോക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രില്യൻഷിപ്പും തൊഴിലും നാട്ടിൽ പൈസ വന്നിറങ്ങണതും എല്ലാം ഈ രീതിയിലാണ്, ഉടായ്പിലല്ല. ഉടായ്പിൽ പൈസ ഉണ്ടാക്കണവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവൻ പെട്ടെന്ന് വളരും, അവനിങ്ങനെ വേണ്ട. മനസ്സിലായോ? ഇങ്ങനെ വരുന്ന ഈ തൊഴിലുകളെയൊക്കെ നശിപ്പിക്കലാണോ നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നമ്മൾ മാറേണ്ടതുണ്ട്. ഇത് നമ്മുടെ മൈൻഡ് ഓഫ് വ്യൂവിൽ നിന്ന് മാറണം. അങ്ങനെ 400-500 കോടി രൂപ ചിലവാക്കി എടുത്ത പടം വേൾഡ് വൈഡ് എൻ്റെ കണക്ക് കൂട്ടൽ ഒരു 4000 കോടിയെങ്കിലും കളക്ട് ചെയ്താലാണ് ഞാൻ നല്ല ഹാപ്പി ആവുള്ളൂ. കാരണം 4000 കോടി രൂപ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ആലോചിക്കുക, ഡോളർ കൺവേർട്ടിൽ എത്ര $1000 വരുമെന്ന്, എത്ര ലക്ഷം ഡോളേഴ്സ് വരുമെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൂടും. അതായത് ഹോളിവുഡിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അതിനുള്ള ജനമുണ്ട്, അത്യാവശ്യം ജനം ഇതുപോലെ പൈസ വന്നിറങ്ങുമ്പോൾ കുറേ പേര് കാശുള്ളവരാവും, അവർ പല കാര്യത്തിനും പൈസ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ചിലവാവുന്നിടത്തല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ആളില്ലാത്തടത്തും ചിലവാത്തടത്തും കൊണ്ടിറക്കാൻ പറ്റൂ? ആണോ? ഇറക്കാൻ പറ്റൂ? അപ്പോൾ അങ്ങനെ നമ്മളെ നാട്ടിലോട്ട് ഈ ചെറിയ പൈസയ്ക്ക് എന്നല്ല, ഈ 500-600 കോടിയൊക്കെ ലോ ബഡ്ജറ്റ് ബായി. നിങ്ങൾ ഇപ്പോഴും നമ്മൾ ക്ലിക്കായി തുടങ്ങിയത് $1000 കോടി മുതൽ $2000 കോടി വരെ. അപ്പം ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ അവസാനം ഇറങ്ങിയ അവതാർ സിനിമ നോക്കണം. അവതാറിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റാത്തതിനപ്പുറമാണ്. അതിൻ്റെ 3-4 ഇരട്ടിയാണ് ആ പടം കളക്ട് ചെയ്തത്. അവൻ ലോകം മൊത്തം വിറ്റ്. അതിൻ്റെ ഒരു ചെറിയ സാധനം പോലും നമുക്ക് യൂട്യൂബിൽ ഇപ്പോഴും കിട്ടൂല ഫ്രീ ആയിട്ട്. അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് എടുക്കാൻ പറ്റുള്ളൂ, കാണാൻ പോലും പറ്റുള്ളൂ. അതാണ് വൈഡ് ബിസിനസ്.
വൈഡ് ബിസിനസ്സിൽ കൂടെ ഇവിടെ പൈസ ഇറങ്ങി $1000 കോടി മുതൽ 2000 കോടിയെങ്കിലും ഇറങ്ങണമെന്നാണ് ഞാൻ പറയണത്. ഇറങ്ങുന്നതോടുകൂടി നമ്മളിവിടെ ലക്ഷക്കണക്കിന് പേര് കോടീശ്വരന്മാരാവും. ലക്ഷക്കണക്കിന് പേര് എന്ത് പറ്റും? മീഡിയം ലക്ഷപ്രഭുക്കളാവും. പിന്നെ നമ്മുടെ ഈ സാധാരണ ജോലി ചെയ്യുന്ന കുറേ പേർക്ക് കുറേ റെഗുലറായിട്ടെങ്കിലും തൊഴിൽ കിട്ടും. 10 കോടി ജനങ്ങൾ ഗവൺമെൻറ് തീറ്റിപ്പോറ്റും. 140 കോടി ജനങ്ങൾ സ്വന്തം റിസ്കിൽ തന്നെ ജീവിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, റോഡിൽ വണ്ടി തട്ടി വീണാൽ പോലും പ്രൊട്ടക്ട് ചെയ്യാത്ത ഗവൺമെൻറ്റാണ് ഇതെല്ലാം, എല്ലാ സ്റ്റേറ്റും. നിങ്ങൾ ഈ ടാക്സ് എല്ലാം കൊണ്ടടക്കണം. ടാക്സിൻ്റെ കഥയൊക്കെ ഞാൻ പിന്നീട് വരും, ഞാൻ ഇനി പറവറ വരും കേട്ടോ. ടാക്സ് അടച്ച് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്ക് റോഡിലൊന്ന് വണ്ടി കിട്ടി വീട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ചികിത്സയാണ് കിട്ടുന്നത്. നിങ്ങളെ വീട്ടിലെ വസ്തുവിൻ്റെ പ്രമാണം പണയപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയുടെ കെട്ടുതാലിയോ വല്ലതും കൊണ്ടൊന്ന് വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കഴുത്തിൽ, പെൺപിള്ളേരെ ആരെങ്കിലും കഴുത്തിൽ വല്ലത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് വിൽക്കേണ്ടി വരും. ഒന്നേ പണയം വയ്ക്കും, അല്ലെങ്കിൽ മിക്കവാറും വിൽക്കേണ്ടി വരും. പണയം വെച്ചവരാരും എടുത്ത ചരിത്രം എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ വെച്ചവർ. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ അധ്വാനിച്ച് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിരിക്കണം, ഇതെല്ലാം വിറ്റ് വേണം ചികിത്സിക്കാൻ. ഇതൊന്നും ഇല്ലാത്തവരോ? ഇവിടെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ടാക്സാണ് ഓരോ വീട്ടുകാരനും കൊടുക്കുന്നത്. ഗവൺമെൻറ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ചികിത്സ സാറിനുണ്ടായി, എന്തോ നക്കാപ്പിച്ച, ഞാൻ പറഞ്ഞില്ല 5 കിലോ അരി ഇട്ട് തരും പോലെ ഇട്ട് തരും. അതിൽ നിങ്ങൾ തൃപ്തനാണ്. അതിന് തൃപ്തനാവാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തൃപ്തനാവാതിരിക്കണമെങ്കിൽ, കാരണം ഗവൺമെൻറ് പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത് പറയില്ല. നമ്മൾ ധാരാളം ടാക്സ് കൊടുത്തിട്ട് നിങ്ങൾ റോഡിലൊന്ന് വീണ് പോയാൽ, ആക്സിഡൻ്റ് ആയാൽ പോലും ഒരു ഫ്രീ ചികിത്സയില്ല. അതിനെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഒരാൾക്ക് സുഖമില്ലെങ്കിൽ ഞാൻ പറയണത് ഗവൺമെൻറ് അതിൻ്റെ എല്ലാ റെസ്പോൺസും ഏറ്റെടുക്കണം. സമ്പത്ത് കുറഞ്ഞവൻ്റെ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല എന്ന് എല്ലാവർക്കും ഇപ്പോൾ ആധാറോട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അറിയാം ബാങ്ക് ബാലൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. വളരെ സിമ്പിളാണ്. അവൻ്റെ വീട്ടിൽ ആസ്തി മറ്റു കാര്യങ്ങൾ കരുതൽ തന്നെ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. ഫ്രീ ചികിത്സ കൊടുക്കണം. അതിനൊന്നും നമുക്കാവണില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ തന്നെ അധ്വാനിച്ച് കണ്ടെത്തണം, നിങ്ങൾ തന്നെ വരണം. അങ്ങനെ വരണമെങ്കിൽ വ്യവസായങ്ങൾ ഉണ്ടാവണം, വലിയ വലിയ പ്രോജക്റ്റ് വേണം. അതിൽ കൂടി നിങ്ങൾ കോടീശ്വരന്മാരാവും, ലക്ഷപ്രഭുവാകും. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഔദാര്യം വേണ്ട. അപ്പോഴാണ് നമ്മൾ GDP മുന്നേറുന്നതും നമ്മൾ ജീവിതത്തിൽ എല്ലാവരും നല്ല നിലയിലോട്ട് ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ല സാധനങ്ങൾ ഇവിടെ ചിലവാകും. നിങ്ങൾ നല്ല നിങ്ങളുടെ കുട്ടികൾ നല്ല ഹാപ്പിയായിട്ട്, നിങ്ങളെല്ലാം നല്ല ഹാപ്പിയായിട്ട് കുറേ ഒരു പരിധി വരെ ജീവിക്കാം. അല്ലെങ്കിലാണല്ലോ പ്രഷർ ഓവറായിട്ട് വന്നു പോകണത്, ഒന്നും ചെയ്യാനുമില്ല, സമ്പത്തും ഇല്ലാതെ ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? നമുക്കിവിടെ വലിയ വലിയ പ്രോജക്റ്റുകൾ വരണ്ടേ? അല്ലാതെ ഗവൺമെൻറ് നോക്കൂലല്ലോ. ഗവൺമെൻറ് നോക്കുമെങ്കിൽ കുഴപ്പമില്ല. നമ്മളേത് പിടിച്ചു പറിച്ചിട്ട് ഒരു വിഭാഗത്തിന് മാത്രമാണ് തീറ്റിപ്പറ്റണത്. നിങ്ങളുടെ കാര്യം പരമദയനീയമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കരുതി ഞാൻ പറയണം, പുതിയ തലമുറയിലെ കുട്ടികളോട് ഞാൻ പറയണം. അതുകൊണ്ട് ഈ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട്. പുതിയ തലമുറയുടെ ടീച്ചേഴ്സിനോട്, എല്ലാ എഡ്യൂക്കേഷനുള്ള എല്ലാവരോടും ഞാൻ പറയണം, വിദ്യാഭ്യാസമല്ല മാനദണ്ഡം. വിദ്യാഭ്യാസം നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കി തരുമ്പോൾ നിങ്ങൾ തുറന്ന് ചിന്തിക്കൂ. എന്തിനെ അടച്ചാക്ഷേപിക്കാതിരിക്കൂ. പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഒന്നിനെയും കൂതറ എന്ന് പറയരുത്. പുഷ്പ എന്ന് പറഞ്ഞ സിനിമ ലോകത്ത് 4000 കോടി രൂപ കളക്ട് ചെയ്തെങ്കിൽ ആദ്യ ഇന്ത്യൻ സിനിമയായിട്ട് മാറും. ഇത് നമുക്ക് വലിയ പ്രചോദനമായി മാറും. അതിനെ മലയാളത്തിലെ ഡീഗ്രേഡ് ചെയ്തുള്ളൂ. എന്തായാലും 2500 കോടി രൂപ കളക്ട് ചെയ്യും. സാറ്റലൈറ്റ് അടക്കം 3000 കോടി പോവും എന്ന്. സാറ്റലൈറ്റും മറ്റെല്ലാം അടക്കം 3000 കോടി ഓൾറെഡി വലിയ പ്രിവ്യൂ ബിസിനസ് കഴിഞ്ഞ ചിത്രമാണ്. മുന്നേറി അടുത്തൊരു വലിയ പ്രോജക്റ്റിന് ഇവർക്കല്ല എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ രീതിയിലും എല്ലാ പടങ്ങളുടെ എല്ലാത്തിൻ്റെ അണിയറ തൊഴിൽ നൽകുന്ന എല്ലാ അണിയറ ശില്പികൾക്കും എല്ലാ മേഖലയിലും എല്ലാ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഡീഗ്രേഡിങ്ങോ മറ്റു കാര്യങ്ങളോ നാട്ടിൽ കണ്ടാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വരില്ല, ആരെയും വെല്ലുവിളിക്കാനും ഞാൻ തയ്യാറില്ല. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പ് തുറന്നു പറയാൻ ഞാനുണ്ടാവും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി 2025. നൊബക് സോളോ സൈനിങ് ഓഫ്. ഞാനൊന്ന് പുറത്തു പോട്ടെ, ഇനി ഇതിൽ തിരിച്ചു വരുന്നില്ല.